റാങ്കുള്ളടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്. ഹലോ ഓൾ, എല്ലാവർക്കും HSA ഇംഗ്ലീഷിന്റെ ഷുവർ ഷോട്ട് സീരീസിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് തൊട്ടാണ് യൂട്യൂബിൽ നമ്മൾ ഷുവർ ഷോട്ട് സീരീസ് തുടങ്ങിയത്. HSA ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ പൂൾ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഡ്രാമയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ഡീറ്റെയിൽ ആയിരുന്നു. മേക്ബത്തിൽ നിന്ന് ചോദിച്ചത് ക്രിട്ടിക്കൽ കമന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നാലും നേരിടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എൻട്രിയിൽ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അഡാപ്റ്റേഷൻസ്, ക്രിട്ടിക്കൽ കമന്റ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഡ്രാമയെ സംബന്ധിച്ച് പോകുന്നുണ്ട്. ബിക്കോസ് പോയട്രിയെക്കാളും കുറച്ചുകൂടി നമ്മൾ ഡെപ്തിൽ എന്ത് നോക്കേണ്ടതായിട്ടുണ്ട്, ഡ്രാമാസ് നോക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മേക്ബത്തിൽ നിന്ന് ക്രിട്ടിക്കൽ കമന്റ് ചോദിച്ചതായിട്ട് അറിയാം. ഡോൾസ് ഹൗസിൽ നിന്നൊക്കെ എക്സ്ട്രാ ഡീറ്റെയിൽ ആണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷുവർ ഷോട്ട് സീരീസിൽ ഡ്രാമയിൽ നിന്ന് മേക്ബത്ത് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആൻസേഴ്സ് കൂടി ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിക്കംസ് തെയ്ൻ ഓഫ് കോഡൂർ? ഡ്രാമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആയിരുന്ന മേക്ബത്ത് തെയ്ൻ ഓഫ് കോഡോറിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിച്ചസ് പറയുന്നു. അതിനു മുൻപ് തന്നെ കിങ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ തെയ്ൻ ഓഫ് കോഡർ ആവുന്നത് ആരാണ്? മേക്ബത്ത് ആണ്. വളരെ രസകരമായ ഒരു പാരലൽ കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്, തെയ്ൻ ഓഫ് കോഡൂറും രാജാവിനെ ചതിക്കുന്നു. പിന്നീട് ആ പൊസിഷനിലേക്ക് വരുന്ന മേക്ബത്തും കിങ് ഡങ്കനെ ചതിക്കുന്നത് നമ്മൾ കാണുന്നു എന്നുള്ള വളരെ രസകരമായ ഒരു ഇലമെന്റ് കൂടി ഇവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഹൂ ബിക്കംസ് തെയ്ൻ ഓഫ് കോഡോർ എന്നുള്ള ചോദ്യത്തിന് മേക്ബത്ത് ആണ് ഉത്തരം. കൂടെ വന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ക്യാരക്ടേഴ്സിനെ എല്ലാം നമുക്ക് വളരെ പരിചിതമുള്ളതാണ്. മേക്ബത്ത് ഉണ്ട്, ശേഷം ബാങ്കോ ഉണ്ട്. ബാങ്കോ മേക്ബത്തിന്റെ തന്നെ കൂടെ ഒരു കമ്പാനിയനായിട്ട് മറ്റ് കഥകളിൽ അല്ലെങ്കിൽ സോഴ്സിലുണ്ട്. അതായത് സോഴ്സ് ടെക്സ്റ്റില് ബാങ്കോ കൂടി ആരുടെ കൂടെ മേക്ബത്തിന്റെ കൂടെ ഈ ഒരു ക്രൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഷേക്സ്പിയർ ബാങ്കോയെ കുറച്ച് മോറൽ സൈഡ് പോസിറ്റീവ് ആക്കി നിർത്തിയത് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കിങ് ജെയിംസിന്റെ തന്നെ ആ ഒരു പരമ്പരയിൽ ആണ് ബാങ്കോ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. സോ ആ ഒരു വിധേയത്വം കാണിക്കാൻ വേണ്ടി നമ്മുടെ ഡ്രാമയിൽ ബാങ്കോയെ കുറച്ച് പോസിറ്റീവ് ഷെയ്ഡിൽ നിർത്തിയിരിക്കുന്ന കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ മാക്ഡഫ് ഉണ്ട്. ക്ലാസിന്റെ തുടക്കം തൊട്ട് തന്നെ നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ് മാക്ഡഫും മാൽക്കമും. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ പഠിക്കണം എന്നുള്ളത്. കുറച്ചുകൂടി എളുപ്പത്തിന് പറയുവാണെങ്കിൽ മാൽക്കം എന്ന് പറയുന്നത് കമ്മിങ് കിങ് ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കമ്മിങ് കിങ്, മാൽക്കം എന്നുള്ളത് തന്നെ കമ്മിങ് കിങ് എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ രാജാവാവുന്ന ആളാണ്. അതുകൊണ്ടാണ് മാൽക്കം. മാക്ഡഫിന്റെ പ്രത്യേകത എന്താണ്? മാക്ഡഫ് ആണ് ആരെ കില്ല് ചെയ്യുന്നത്? മാക്ബത്തിനെ കില്ല് ചെയ്യുന്നത് മാക്ഡഫ് ആണ്. ആൻഡ് മാക്ഡഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ റിവെഞ്ചും ഉണ്ട്, പ്ലസ് ആ ഒരു നേഷനോടുള്ള സ്നേഹവും ഉണ്ട്. എന്താണ് മാക്ഡഫിന്റെ ഒരു പേഴ്സണൽ റിവെഞ്ച് എന്ന് പറയുന്നത്? സ്വന്തം കുടുംബത്തെ നശിപ്പിച്ച മേക്ബത്തിനെതിരെ പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് മേക്ഡഫിന്റെ ആ ഒരു റിവെഞ്ച് എന്ന് പറയുന്നത്. ഒപ്പം ഇദ്ദേഹമാണ് സിസേറിയൻ സെക്ഷനിലൂടെ ജനിച്ച കുട്ടി. അതായത് അമ്മയല്ലാതെ റൈപ്പായിട്ട് പ്രസവിക്കാതെ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയിട്ട് പുറത്തെടുക്കുന്നതല്ല നടക്കുന്നത്. പിന്നെ അദ്ദേഹം പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ അമ്മയുടെ വയറ് കീറി എടുക്കുന്ന കുട്ടി ആരാണ്? മാക്ഡഫ് ആണ്. അതുകൊണ്ട് തന്നെ മാക്ഡഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിന്റെ തുടക്കങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാക്ഡഫും മാൽക്കമും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. മാൽക്കം ഇസ് ദി കമ്മിങ് കിങ്. നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ അത് പറയുന്നതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്ഡഫിനോടൊപ്പം തന്നെ ലേഡി മാക്ഡഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടിയുണ്ട്. പലപ്പോഴും ലേഡി മാക്ഡഫും അറ്റ് ദ സെയിം ടൈം ലേഡി മാക്ബത്തും തമ്മിലുള്ള കമ്പാരിസൺസും നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് റീവൈൻഡ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരണം. പിന്നീട് ലെനക്സ് ഉണ്ട്. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസിലോട്ട് വരുന്നത്. ഇതിൽ ആൻസർ ഒരു ഡൗട്ടിന്റെയും കാര്യമില്ല. ഹൂ ബിക്കംസ് തെയ്ൻ ഓഫ് കോഡോർ എന്ന് ചോദിച്ചാൽ അത് മാക്ബത്ത് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വിച്ചസ് പ്രൊഫസീസ്? എന്തൊക്കെയാണ് വിച്ചസിന്റെ പ്രൊഫസീസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഒന്ന്, പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിച്ചസ് എന്ന് പറയുന്നത് ശരിക്കും അവർ എന്തിനായിരുന്നു വന്നത്? അത് ബിക്കോസ് അവർ പലപ്പോഴും ഇദ്ദേഹത്തെ വിഷൻസ് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിനെ പറ്റിയുള്ള വിഷൻസ് കാണിക്കുന്നു. ഭാവിയിൽ നീ ആരൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പാരിഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ ലൈൻസ് ഓഫ് ബാങ്കോടെയൊക്കെ ആ ഒരു സന്തതി പരമ്പരകൾ അല്ലെ, ബാങ്കോടെയൊക്കെ ആ ഒരു മക്കളും മക്കളുടെ മക്കളും ഒക്കെ കിങ്സ് ആയിട്ട് വന്ന് നിൽക്കുന്നത് വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡി ചൈൽഡിനെ കാണിക്കുന്നു.
പലതരത്തിലുള്ള അപ്പാരിഷൻസ് കാണിക്കുമ്പോഴും ഇവര് ട്രൂത്ത് കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, മാക്ബത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല. സോ സത്യങ്ങൾ പറയുമ്പോഴും അതല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാം പാർഷ്യൽ ട്രൂത്ത്സ് ആണ്. എന്താണ്? പാർഷ്യൽ ട്രൂത്ത്സ് ആണ്, അർദ്ധസത്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീ രാജാവാകുമെന്ന് പറയുന്നു, പക്ഷെ ആകാൻ വേണ്ടി നീ ഇത്രയും വലിയ കൊലപാതകങ്ങളിലൂടെ നീ കടന്നു പോകുമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ട്രൂത്തുകളാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാം. സോ ഈ വിച്ചസിന്റെ പ്രൊഫസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ വിച്ച് ചാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൾഡ്രൺ മേക്കിംഗ് സീൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ ആ ഒരു പ്ലേ തുടങ്ങുന്ന തന്നെ വൈൽഡ് വിൻഡിലും ഒക്കെയാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി വിച്ചസ് പ്രൊഫസീസ്? എന്താണ് വിച്ചസിന്റെ പ്രൊഫസീസിന്റെ പ്രവചനങ്ങളുടെ സിഗ്നിഫിക്കൻസ്? ഒന്ന്, അത് മേക്ബത്തിന്റെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, ബാങ്കോയുടെ ഫേറ്റിനെ റിവീൽ ചെയ്യുന്നു. പറയുന്നുണ്ട് അല്ലെ, നീ എന്താവില്ല, രാജാവില്ല, പക്ഷേ എന്താവും, രാജാക്കന്മാരുടെ ഒരു നീണ്ട നിരയെ തന്നെ നീ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ റിവീൽ ബാങ്കോസ് ഫേറ്റ് എന്നുള്ളത് സത്യമാണ്. പ്രെഡിക്റ്റ് മാക്ബത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് സത്യമാണ്. വാൺ ഓഫ് ഇംപെൻഡിങ് ഡൂം, പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ അപ്പാരിഷൻസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ബ്ലഡി ചൈൽഡും ഒക്കെ വരുന്നിടത്ത് ആ ഒരു ഇംപെൻഡിങ് വരുന്ന ആ ഒരു പ്രശ്നങ്ങളെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓൾ ഓഫ് ദി എബോവ്. വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരുന്ന HSC ഇംഗ്ലീഷ് ക്വസ്റ്റിന് നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്, കൺഫ്യൂസിങ് പാറ്റേൺസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ A to Z പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് എങ്ങനെ ട്വിസ്റ്റ് ചെയ്താ ചോദിച്ചാലും ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഷാർപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ കിൽസ് ബാങ്കോ? ബ്ലഡി ട്രാജഡി ആണ് എന്ത്? മാക്ബത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ബ്ലഡി ട്രാജഡി ആണ്. പലപ്പോഴും ഈ ഒരു ഡ്രാമയുടെ പേര് ഉച്ചരിക്കുന്നത് പോലും ശുഭകരമല്ല എന്ന് വിശ്വസിച്ച് സ്കോട്ടിഷ് പ്ലേൻ ആണ് പലപ്പോഴും ഇത് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രമാത്രം വയലൻസും ബ്ലഡ് ഇമേജറിയും ഒക്കെ വരുന്ന ഒരു വർക്ക് കൂടിയാണ് നമ്മുടെ ഏത് വർക്ക് എന്ന് പറയുന്നത്? മാക്ബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ബാങ്കോയെ കില്ല് ചെയ്യുന്നത് ആര് എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഫ്രണ്ട് ആയിരുന്ന, എന്നാൽ പിന്നീട് ബാങ്കോയെ സംശയിച്ചു തുടങ്ങുന്നു. അത് മാത്രമല്ല, താൻ രാജാവില്ല, അല്ല തന്റെ മക്കള് രാജാവില്ല, ബാങ്കോയുടെ മക്കള് രാജാവാകും എന്നുള്ള പ്രൊഫസി കൂടി കേൾക്കുന്നു. അതൊക്കെ മാക്ബത്തിനെ വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് കില്ല് ചെയ്യുന്നത്? മാക്ബത്ത് ആണ് കില്ല് ചെയ്യുന്നത്. മാക്ബത്ത് ഏൽപ്പിച്ച ആൾക്കാരാണ് ആരെ കൊല്ലുന്നത്? ബാങ്കോയെ കൊല്ലുന്നത്. വളരെ ബ്രൂട്ടലായിട്ടാണ് കൊല്ലുന്നത്. നമ്മൾ ആ ബാങ്കോയുടെ ഗോസ്റ്റ് ആ വേദിയിലേക്ക് ബാങ്കോട്ട് സീനിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നിറച്ച് വൂൺസ് ആണ്. നമ്പർ വരെ എടുത്ത് പറയുന്നുണ്ട് ഡ്രാമയിൽ ഷേക്സ്പിയർ. സോ ഹൂ കിൽസ് ബാങ്കോ എന്ന് പറയുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, മാക്ബത്ത് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഓപ്ഷൻസിലോട്ട് വരാം. മാക്ഡഫ് അല്ല, ഫ്ലിയാൻസെ അല്ല, മകനാണ്, ബാങ്കോയുടെ മകനാണ്. പിന്നെ വിച്ചസ് ഡയറക്ട്ലി ഒരു ക്രൈമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. ഡയറക്റ്റ് ആയിട്ട് ഒരു ക്രൈമിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ ഒരു ക്രൈം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വാട്ട് ഡ്രൈവ് ലേഡി മാക്ബത്ത് ടു മാഡ്നസ്? എന്താണ് ലേഡി മാക്ബത്തിനെ ആ ഒരു മാഡ്നസിലോട്ട്, അല്ലെങ്കിൽ സ്ലീപ്പ് വാക്കിംഗ് സീനൊക്കെ നമ്മൾ കാണുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സീൻസ്. നമ്മൾ ക്ലാസ്സിൽ ഡിഫറെന്റ് സീൻസ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. സീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ആ ഡിഫറൻറ്റ് സീൻസ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ഓരോ സീനിലും എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് സെപ്പറേറ്റ് സീൻസിൽ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ എന്താണ് ലേഡി മാക്ബത്തിനെ ആ ഒരു മാഡ്നസിലോട്ട് നയിക്കുന്നത്? ലേഡി മാക്ബത്തിന്റെ മാഡ്നസ്, അവിടെ ഒരു ഫിസീഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ അവരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ലേഡിയും ഉണ്ട്. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഡ്രാമയിൽ വളരെ വിശദകരമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ആ ഒരു മാഡ്നസിലേക്ക് നയിച്ചതെന്നാണ് ചോദ്യം. ഒന്ന്, ഡങ്കന്റെ മരണത്തിലുള്ള ഗിൽറ്റ് ഉണ്ട്. ആ ഒരു ഡാഗർ സീനിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ലേഡി മാക്ബത്തിന് ഭയങ്കര ഗിൽറ്റ് ഉണ്ട്. ഈവൻ ദോ മാക്ബത്ത് ആണ് ആ ഡാഗർ സീൻ കാണുന്നതെങ്കിലും ലേഡി മാക്ബത്തിന് ശരിക്കും ഡങ്കനെ കൊന്നതിൽ ഭയങ്കര ഗിൽറ്റ് ഉണ്ട്. പിന്നെ മാക്ബത്തിന്റെ ഒരു ഡൗൺഫോൾ ഇവർ അറിയുന്നുണ്ട്. അതായത് മാക്ബത്തിന് ഭാവിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ട്. ദെൻ അംബീഷൻ ഫോർ പവർ, ഇതെല്ലാം കൂടിയാണ് ലേഡി മാക്ബത്തിനെ എന്തിലേക്ക് നയിക്കുന്നത്? മാഡ്നസിലോട്ട് നയിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇനി എങ്ങനെയാണ് മാക്ബത്ത് മരിക്കുന്നത്? അത് വളരെ പൊട്ടൻഷ്യൽ ഒരു ചോദ്യമാണ്. ബിക്കോസ് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ പഠിച്ചിട്ട് പോയാലും മാൽക്കം മാക്ബത്തിനെ കൊന്നു എന്നുള്ള രീതിയിൽ പലരും എഴുതാറുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം, മാക്ഡഫ് ആണ് കില്ല് ചെയ്യുന്നത്. മാൽക്കം രാജാവാകുന്നുണ്ട്, പക്ഷെ കില്ല് ചെയ്യുന്നത് ആരാണ്? മാക്ബത്തിനെ കില്ല് ചെയ്ത് ആ ഒരു റിവെഞ്ച് തീർക്കുന്നത് മാക്ഡഫ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഹൗ ഡസ് മാക്ബത്ത് ഡൈ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ കിൽഡ് ബൈ മാക്ഡഫ് ആണ്. ഇനി ആരാണ് സ്വന്തം ലൈഫ് സ്വയം എടുക്കുന്നത്? അതാരാണ്? ലേഡി മാക്ബത്ത് ആണ്. ഓപ്ഷൻ സി ടേക്സ് ഹിസ് ഓൺ ലൈഫ് എന്ന് പറയുന്നത് ഹെർ ഓൺ ലൈഫ് എടുക്കുന്നത് ലേഡി മാക്ബത്ത് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ വാട്ട് ഈസ് മാക്ബത്ത് ഗ്രേറ്റസ്റ്റ് ഫ്ലോ? എന്താണ് മാക്ബത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു ട്രാജിക് ഫ്ലോ? നമുക്കറിയാം ഷേക്സ്പിയറിന്റെ ഗ്രേറ്റ് ട്രാജഡീസിൽ ഓരോന്നിലും ഓരോരുത്തർക്കും എന്താണ് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ട്രാജിക് ഫ്ലോ ആണുള്ളത്. അതായത് ബാക്കി എല്ലാ കാര്യത്തിലും ഹീറോസ് ആയിരിക്കും അവര് ഏറ്റവും വലിയ പോരാളി ആയിരിക്കും, അവർക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും, അങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് ഭയങ്കരമായ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ അവർ വീക്ക് ആയിരിക്കും. ആ വീക്ക്നെസ് ആയിരിക്കും അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നാശത്തിലേക്ക്, ഡിസ്ട്രക്ഷനിലോട്ട് നയിക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്ബത്തിലെ ഏറ്റവും വലിയ ട്രാജിക് ഫ്ലോ എന്താണ്? ഇവിടെ കറക്റ്റ് ആയിട്ട് ഗ്രീഡ് കൊടുത്തിട്ടുണ്ട്, പ്രൈഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓപ്ഷൻസിലോട്ട് ഒന്ന് നോക്കാം. അംബീഷൻ ആണ് ആരുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ആഗ്രഹങ്ങളാണ് ആരുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്? മാക്ബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവർ ഇൻക്രീസിങ് ആയിട്ടുള്ള അംബീഷൻ ആണ്. തെയ്ൻ ഓഫ് കോഡോർ ആയപ്പോൾ തന്നെ രാജാവാകണം എന്നുള്ള അംബീഷൻ. ഓക്കെ, സോ അത്തരത്തില് ഉള്ള ഇങ്ങനെ കൂടി വരുന്ന ആ ഒരു അത്യാഗ്രഹമാണ്, അംബീഷനാണ് ആരുടെ പ്രശ്നം? മാക്ബത്തിന്റെ പ്രശ്നമായിട്ട് പറയുന്നത്. ഹൂ റെപ്രസെന്റ്സ് വിർച്യു ആൻഡ് മൊറാലിറ്റി? ആരാണ് വിർച്യു ആൻഡ് മൊറാലിറ്റിയെ കാണിക്കുന്നത്? അതായത് പോസിറ്റീവ് ആസ്പെക്റ്റിലുള്ള ആൾക്കാർ ഇതിൽ ആരൊക്കെയാണെന്നാണ്. മാക്ഡഫ് ഉണ്ട്, മാൽക്കം, ബാങ്കോ, ഓൾ ഓഫ് ദി എബോവ്. ഇതില് മാക്ഡഫ് പോസിറ്റീവ് ലൈറ്റിലാണ്. അദ്ദേഹം ഭയങ്കര നേഷനോടുള്ള സ്നേഹമുള്ള ആളാണ്. നമ്മൾ കാണുന്നുണ്ട്, പോയി മാൽക്കമിനെ കാണുന്നു. അപ്പൊ മാൽക്കം അത്ര പോസിറ്റീവായിട്ട് ഇടപെടുന്നില്ല. ആ സമയത്ത് തന്നെ സ്വന്തം നേഷന് വേണ്ടി ലമന്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് മാക്ഡഫ് എന്ന് പറയുന്നത്. മാക്ഡഫ് വളരെയധികം ആ ഒരു പ്രൈഡ്, അതുപോലെ തന്നെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. മാൽക്കം ഓഫ് കോഴ്സ് കമ്മിങ് കിങ് ആണ്. നമ്മൾ അദ്ദേഹത്തിൽ യാതൊരു നെഗറ്റീവ്സും കാണുന്നില്ല. അതുപോലെ തന്നെ മാൽക്കത്തിന്റെ ഹീറോയിക് ആയിട്ടുള്ള ഒരുപാട് ഡീഡ്സും നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ആർമിയെ സംഘടിപ്പിക്കുന്നു, അതിന് വളരെ സ്ട്രെങ്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് നമ്മൾ മാൽക്കമിനെ കാണുന്നത്. ദെൻ ബാങ്കോയെ യഥാർത്ഥത്തിൽ, അതായത് ഒറിജിനൽ സോഴ്സുകളിൽ ഇദ്ദേഹം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലാണ് എങ്കിലും നമ്മുടെ ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ ബാങ്കോ വളരെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്രയും നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ABC ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലേഡി മാക്ബത്ത് റോൾ ഇൻ ദി പ്ലേ? ഈ ഒരു പ്ലേയിൽ ലേഡി മാക്ബത്ത് ആരായിരുന്നു? ഒരു സപ്പോർട്ടീവ് വൈഫാണ്, അതുപോലെ തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറേ ഇല്ല, മാക്ബത്തിന്റെ തന്നെ ഒരു ഓൾട്ടർ ഈഗോ ആണ് ആരെന്ന് പറയുന്നത്. ലേഡി മാക്ബത്ത് ആണെന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോ അനലിറ്റിക്കൽ തിയറീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതൊരു ക്യാരക്ടർ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും അത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വൈഫാണ്. അതുപോലെ തന്നെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. ബിക്കോസ് ഡ്രാമയിൽ അത്രമാത്രം ഡങ്കനെ കില്ല് ചെയ്യാനുള്ള ഒരു ധൈര്യം ആർക്കില്ല? മാക്ബത്തിനില്ല. പക്ഷെ ലേഡി മാക്ബത്ത് ആണ് പറയുന്നത് അൺസെക്സ് മീ എന്നൊക്കെ പറഞ്ഞ് നേച്ചറിൽ നിന്ന് പോലും ആ ഒരു ക്രുവൽറ്റി അറ്റൈൻ ചെയ്തിട്ടാണ് പയ്യെ ബിക്കോസ് പലപ്പോഴും നമുക്ക് തോന്നും ലേഡി മാക്ബത്തിനോട് ഒരു മാസ്കുലിനിറ്റി തെളിയിക്കാനാണ് മാക്ബത്ത് ഡങ്കനെ കില്ല് ചെയ്തത് എന്ന് പോലും നമുക്ക് തോന്നും. സോ ഒരു മാനിപ്പുലേറ്റീവ് പാർട്ട്ണറാണ്, ഒരു പവർ ഹംഗ്രി സ്കീമറാണ്. ബിക്കോസ് അവർക്ക് ക്യൂൻ ആവണം, അതല്ലെങ്കിൽ അതിനും അപ്പുറം മാക്ബത്ത് രാജാവുന്നത് അവർക്ക് കാണണം. സോ ഒരു പവർ ഹംഗ്രി സ്കീമർ കൂടിയാണ് ലേഡി മാക്ബത്ത് എന്ന് പറയുന്നത്. സപ്പോർട്ടീവ് വൈഫാണ്, മാനിപ്പുലേറ്റീവ് പാർട്ട്ണറാണ്, പവർ ഹംഗ്രി സ്കീമറാണ്. ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഹൂ സെർവ്സ് ആസ് എ ഫോയിൽ ടു മാക്ബത്ത്? മാക്ബത്തിന് ഒരു തടസ്സമായിട്ട് ഒപ്പോസിഷൻ വരുന്നത് ആരൊക്കെയാണ്? ബാങ്കോ, മാക്ഡഫ്, മാൽക്കം. ഇതെല്ലാം കറക്റ്റ് ഓപ്ഷൻസ് ആണ്. ബിക്കോസ് ബാങ്കോ ഒരു പരിധി കഴിയുമ്പോൾ ബാങ്കോയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല ബാങ്ക്വറ്റ് സീനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് മാക്ബത്ത് ഇരിക്കേണ്ടടുത്ത് വന്ന് ആരിയ്ക്കുന്നു? ബാങ്കോ ഇരിക്കുന്നു. അത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ്. അതായത് നീ ഇപ്പോൾ ഇരുന്നോളൂ, ഭാവിയിൽ എൻ്റെ മക്കളുടെ മക്കളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ടവരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല എന്നെ കില്ല് ചെയ്തെങ്കിലും നിനക്ക് സമാധാനം കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു റിവെഞ്ച് സീൻസ് നമ്മൾ ബാങ്കോയിൽ കാണുന്നുണ്ട്, ബാങ്ക്വറ്റ് സീനിൽ കാണുന്നുണ്ട്. പിന്നീട് മാക്ഡഫിന് പേഴ്സണൽ നഷ്ടമുണ്ട്. സ്വന്തം ഫാമിലിയെ മാക്ബത്ത്
കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് കളയുവാണ്. അതുകൊണ്ട് തന്നെയാണ് മാക്ഡഫ് ആരെ കില്ല് ചെയ്യുന്നത്, പ്ലേയുടെ അവസാനം മാക്ബത്തിനെ കില്ല് ചെയ്യുന്നത്. സോ മാക്ഡഫും അദ്ദേഹത്തിന് ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മാൽക്കമിനെയാണ്, മാൽക്കം കമ്മിങ് കിങ്. ഓക്കെ, അദ്ദേഹമാണ് കംപ്ലീറ്റ് ആർമിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിക്കും ഒരു ഒരു യുദ്ധത്തിന്റെ പ്രതീതിയൊക്കെ നമ്മുടെ ആ ഒരു ഡ്രാമയിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 3 ക്യാരക്ടേഴ്സ് പോസിറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഈ 3 ക്യാരക്ടേഴ്സും വില്ലനായിട്ടുള്ള മാക്ബത്തിനെതിരെ അറ്റംപ്റ്റുകൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാക്ബത്ത് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നുവെങ്കിലും നമുക്ക് ധാരാളമായിട്ട് എഴുതാനുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ബിക്കോസ് മാക്ബത്തിന് എന്താണ് വൈഫുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? എല്ലാം ശരിയാണ്, ലവിങ് ആൻഡ് സപ്പോർട്ടിങ് ആണ്. പക്ഷെ ഓപ്ഷൻ ബി തെറ്റാണ്, ഡിസ്റ്റന്റ് ആൻഡ് കോൾഡ് അല്ല. ആദ്യം വളരെ ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയിരുന്നു. ആൻഡ് പിന്നീട് ഫൈനൽ ആസ്പെക്റ്റിലോട്ട് അല്ലെങ്കിൽ ഫൈനൽ പ്ലേയിലോട്ട് വരുമ്പോൾ ഇവര് കുറച്ച് ഡിസ്റ്റൻസിലാവുന്ന നമ്മൾ കാണുന്നുണ്ട്. മേക്ബത്ത് കുറച്ചുകൂടി വിച്ചസിനെ ബിലീവ് ചെയ്യുന്നതും സീക്രട്സ് എല്ലാം വിച്ചസുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മേക്ബത്തിന്റെ വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോഡിപ്പെൻഡന്റ് എന്നുള്ളതാണ് കൂടുതലും നമ്മൾ കാണുന്നത്. രണ്ടുപേരും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്, കോഡിപ്പെൻഡന്റ് ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ചസ് പറയുന്ന ആ ഒരു ചാൻഡ് ആണ് ഇത്. അത് മാത്രമല്ല അലിട്രേഷൻ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന വരികളാണ്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. പിന്നെ ഇത് തന്നെ ക്യാരക്ടേഴ്സ് എക്കോ ചെയ്യുന്നുണ്ട്. ഈവിൾ ക്യാരക്ടേഴ്സിന്റെ പ്ലേയിലെ ഈവിൾ ക്യാരക്ടേഴ്സ് എക്കോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. നല്ലതെന്ന് തോന്നുന്നത് ചീത്തയായിരിക്കും, ചീത്തതെന്ന് തോന്നുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഈ ഒറ്റ ലൈനിൽ ആ മേക്ബത്ത് എന്ന് പറയുന്ന പ്ലേയിലെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്. വിച്ചസിന്റെ ചാൻഡ് ആണ്. അടുത്തത്, ഇഫ് ഇറ്റ് വെയർ ഡൺ വെൻ ഇറ്റ്സ് ഡൺ. വെരി ഇമ്പോർട്ടന്റ്. മാക്ബത്തിന്റെ ആക്ട് 1 സോളിലോക്കിയിലാണ് പറയുന്നത്. ഇഫ് ഇറ്റ് വെയർ ഡൺ വെൻ ഇറ്റ്സ് ഡൺ എന്ന് പറയുന്ന ആ കോട്ട് വരുന്നത് മാക്ബത്തിന്റെ. നിങ്ങൾ സോളിലോക്കീസ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം നിർബന്ധമായിട്ടും. മാക്ബത്തിന്റെ സോളിലോക്കീസ് ഏതൊക്കെയാണ്, ലേഡി മാക്ബത്തിന്റെ ഉണ്ടോ, ഇനി ഈ സോളിലോക്കീസ് വരുന്ന ആക്ടുകൾ ഏതൊക്കെയാണ്, ഇതിൽ പ്രധാനപ്പെട്ട കോഡ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതിൽ ലിറ്റററി ഡിവൈസസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ ഈ സെന്റൻസുകൾ ഏതെങ്കിലും ടെക്സ്റ്റിന്റെ പേരുകളായിട്ട് വരുന്നുണ്ടോ അറിയാമേ. ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ തൊട്ട് സൗണ്ട് ആൻഡ് ഫ്യൂരി, ഇത്തരത്തിലുള്ള എല്ലാ ബുക്സിന്റെയും പേരെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, മേക്ബത്തിൽ നിന്നാണ്. സോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. സോളിലോക്കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ കൂടിയാണ് സോളിലോക്കീസ് എന്ന് പറയുന്നത്. ദെൻ അൺസെക്സ് മീ ഹിയർ, നമ്മൾ പറഞ്ഞതാണ് ലേഡി മാക്ബത്തിന്റെ ആക്ട് 1 അതായത് സ്വന്തം ഭർത്താവ് ആ ഒരു ക്രൂവൽറ്റി ചെയ്യില്ലായിരിക്കും. ഈവൻ ദോ അദ്ദേഹം ഒരു മാസ്കുലിനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യില്ലായിരിക്കും. പിന്നെ ഞാൻ ഫെമിനൈൻ ആണ്, എന്നെ കൊണ്ട് ഇത്രയും വലിയ ക്രൂവൽറ്റി ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. സോ എന്നിൽ എന്തെങ്കിലും ഫെമിനൈൻ ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ നേച്ചർ അതങ്ങ് എടുത്തോളൂ, എന്നിൽ നിന്ന് ആ ഒരു ഫെമിനൈൻ നേച്ചർ നിങ്ങൾ അങ്ങ് എടുത്തോളൂ. അൺസെക്സ് മീ ഹിയർ, എന്നിട്ട് എന്നെ എന്തിന് കേപ്പബിൾ ആക്കണം, അത്രയും വലിയ ക്രൂവൽറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി. എന്തുവാണ് അത്രയും വലിയ ക്രൂവൽറ്റി? 2 ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സബ്ജക്റ്റ് ആണ് കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ആ കിങ്ങിനെ കില്ല് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരകൃത്യമാണ്, അതൊന്ന്. 2, ഗസ്റ്റിനെ ഹോസ്റ്റ് കില്ല് ചെയ്യുക, സ്വന്തം വീട്ടിൽ താമസിക്കാൻ വന്ന ഗസ്റ്റിനെ ഹോസ്റ്റ് കില്ല് ചെയ്യുക എന്ന് പറയുന്നത് എഗൈൻ വളരെ ക്രൂവൽറ്റി ആണ്. സോ ഇത് രണ്ടും ചെയ്യാൻ എന്നെ കേപ്പബിൾ ആക്കാൻ വേണ്ടി എന്നെ അൺസെക്സ് ചെയ്തോളൂ, അൺസെക്സ് മീ ഹിയർ. അത് മാത്രമല്ല നമ്മൾ കാണുന്നുണ്ട്, എന്റെ തന്നെ കുട്ടിയാണെങ്കിലും അതിന്റെ ബ്രെയിൻസ് ഞാൻ ഡാഷ് ചെയ്യും, ഞാൻ നേഴ്സ് ചെയ്ത കുട്ടിയാണെങ്കിൽ പോലും ബ്രെയിൻസ് ഡാഷ് ചെയ്യും എന്നൊക്കെ പറയുന്ന വളരെ ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മുൻപിൽ എല്ലാ ഗ്ലോറിയിലും വരച്ച് കാട്ടുന്ന ലേഡി മാക്ബത്തിന്റെ ഡയലോഗ്സ് ഉണ്ട്. അതിലുള്ളതാണ് അൺസെക്സ് മീ ഹിയർ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ വീൽ ഓഫ് ഫയർ. നമ്മള് മേക്ബത്തിനെ പറ്റിയുള്ള എല്ലാ ക്രിറ്റിസിസവും, അതായത് മേജർ ആയിട്ടുള്ള ക്രിറ്റിസിസം എല്ലാം എടുത്ത് പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ HSC ഇംഗ്ലീഷിൽ ചോദിച്ചത് ക്രിട്ടിക്കൽ കമന്റ് ആണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റെസ്പോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ പഠിക്കേണ്ട, ഡ്രാമ ഇത്രയും എക്സ്ട്രാ ഡീറ്റെയിൽ പോവണ്ട എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻപിൽ നമുക്കൊരു ടോർച്ച് പോലെ ഇരിക്കുന്നത് നമ്മുടെ എന്താണ്, കഴിഞ്ഞുപോയ HSC എക്സാംസ് ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡ്രാമാസ് എക്സ്ട്രാ ഡീറ്റെയിൽ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ടും മേക്ബത്ത് ആയിക്കോട്ടെ, നാഗമണ്ഡലം അതിലും വിശാലമായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സമ്മറി വരെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സമ്മറിയിൽ സ്റ്റോപ്പ് ചെയ്യാം, ഫർദർ ക്ലാസ്സുകൾ കാണണ്ട. പക്ഷേ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ അത് കഴിഞ്ഞ് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രാമ പഠിക്കാൻ.
ഡ്രാമയിൽ ക്രിട്ടിക്കൽ കമന്റ്സ് ചോദിക്കാറുണ്ട്. ദ വീൽ ഓഫ് ഫയർ എന്ന് പറയുന്ന വർക്ക് ആരാണ് എഴുതിയതെന്നാണ് ചോദ്യം. മേക്ബത്തുമായിട്ട് റിലേറ്റ് ചെയ്ത വർക്കാണ്. ജി വിൽസൺ നൈറ്റ് ആണ് ഈ ഒരു വർക്കിന്റെ എന്താണ് ആ ഒരു ഓതർ എന്ന് പറയുന്നത്. അതൊന്ന് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. മാക്ബത്തിന്റെ ക്രിറ്റിസിസം അസച്ച് പഠിക്കണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സൂപ്പർ നാച്ചുറൽ? ഇനി ഈ പ്ലേയിൽ ഉടനീളം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വിച്ചസ് ആയിക്കോട്ടെ, പിന്നെ ഡാഗർ സീൻ തന്നെ നമുക്ക് ഡൗട്ടാണ്, അവിടെ കാണുന്ന ഡാഗർ ശരിക്കും ഉള്ളതാണോ അതോ മേക്ബത്തിന്റെ ഹാലൂസിനേഷൻ ആണോ എന്നുള്ളത്. ബാങ്കോയുടെ ഗോസ്റ്റ് എന്തായാലും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ബാങ്കോയുടെ ഗോസ്റ്റ് ആ ഒരു സീനിൽ നമ്മൾ കാണുന്നുണ്ട്. സോ എന്താണ്, മരണപ്പെട്ട ഒരാളുടെ ആ ഒരു ഗോസ്റ്റ് വരുന്നുണ്ട്. അത് കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആ കോൾഡ്രൺ ബേണിംഗ് ആയിക്കോട്ടെ, അതിൽ പറയുന്ന റെഫറൻസുകൾ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സൂപ്പർ നാച്ചുറൽ എന്ന് ചോദിച്ചാൽ, ഒന്ന് വരാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, അതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, വിധിയെ കാണിക്കുന്നുണ്ട്, വിച്ചസ് വിധിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവന്റ്സിനെ, അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഫോർഷാഡോ ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്പാരിഷൻസ് എല്ലാം, ആ 3 അപ്പാരിഷൻസും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനൊക്കെ നടക്കും, ആർമിഡ് ഹെഡ് ആയിക്കോട്ടെ, ബ്ലഡി ചൈൽഡ് ആയിക്കോട്ടെ. അപ്പൊ അതെല്ലാം, അപ്പൊ ഈ 3 ഓപ്ഷനും ശരിയാണ്. ABC ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ്. സൂപ്പർ നാച്ചുറലിന്റെ പ്രസൻസ് നന്നായിട്ടുള്ള ആ ഒരു ടെക്നിക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ച ഒരു പ്ലേ കൂടിയാണ് മേക്ബത്ത് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദി ഡ്രമാറ്റിക് സ്ട്രക്ചർ ഓഫ് മേക്ബത്ത്? നമ്മൾ എപ്പോഴും പറയും അതൊരു ട്രാജഡിയാണ്. അതെന്താണ്? ഒരു ട്രാജഡിയാണ്. ഷേക്സ്പിയറിന്റെ വർക്കുകളെ കോമഡീസ്, ട്രാജഡീസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ്, പ്രോബ്ലം പ്ലേസ് എന്ന് കൃത്യമായിട്ട് നമ്മൾ തരം തിരിച്ച് പഠിക്കാറുണ്ട്. അതിൽ ട്രാജഡിയാണ് ഏതെന്ന് പറയുന്നത്, മേക്ബത്ത് എന്ന് പറയുന്നത്. ഈവൻ ദോ അത് മാത്രമല്ല, നമ്മൾ ക്ലാസ്സുകളിൽ, നമ്മൾ യൂട്യൂബിൽ ഉൾപ്പെടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാജഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലേ ആണ് മേക്ബത്ത് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് പോർട്ടർ സീൻ. പോർട്ടർ സീന് ഒഴിച്ചു നിർത്തിയാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താന്ന് പറയാവുന്ന ഒരു ട്രാജഡി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് എലമെന്റ് ഉള്ള ഒരു പ്ലേ ആണ് മേക്ബത്ത് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട് അതിൽ തന്നെ പോർട്ടർ സീനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ ആ ഒരു സീൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു സീനെ പറ്റിയുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് അൺഷേക്സ്പീരിയൻ ആണെന്നും ഷേക്സ്പീരിയൻ ആണെന്നും തോമസ് ഡിക്കൻസിയുടെ ഒരു ക്രിട്ടിക്കൽ വർക്കും ഒക്കെ റെഫറൻസുകൾ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സീൻസ് കൃത്യമായിട്ട് എടുത്ത് പഠിക്കേണ്ട, ഒരു സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, മേജർ സീൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു വർക്ക് കൂടിയാണ് മേക്ബത്ത് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഡ്രമാറ്റിക് സ്ട്രക്ചർ ഓഫ് മേക്ബത്ത് എന്ന് ചോദിച്ചാൽ ട്രാജഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അഡാപ്റ്റേഷൻസ് ആണ്. അഡാപ്റ്റേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്ലേയെ സംബന്ധിച്ച്. 1971 ഫിലിം അഡാപ്റ്റേഷന്റെ ഡയറക്ടറിന്റെ പേരാണ് റോമൻ പൊളൻസ്കി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ അഡാപ്റ്റേഷൻസ്, മേജർ ഫിലിം അഡാപ്റ്റേഷൻസ് എല്ലാം പഠിക്കണം. അതുപോലെ തന്നെ മേജർ തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലേഡി മാക്ബത്ത് ഇൻ 2015 ഫിലിം അഡാപ്റ്റേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1971 ഫിലിം അഡാപ്റ്റേഷൻ ആണ് റോമൻ പൊളൻസ്കി ചെയ്യുന്നതെങ്കിൽ, വളരെ ശ്രദ്ധേയമായ ഒരു 2015 ഫിലിം അഡാപ്റ്റേഷൻ മേക്ബത്ത് എന്ന് പറയുന്ന പ്ലേക്ക് ഉണ്ടായിരുന്നു. വളരെയധികം ക്രിട്ടിക്കൽ ഒരു അക്ലെയിം പിടിച്ചുപറ്റിയ ആ ഒരു ഫിലിമിൽ ലേഡി മാക്ബത്ത് ആയിരുന്നു സ്കോർ ചെയ്തത്. അതായത് ലേഡി മാക്ബത്ത് ആയിട്ട് അഭിനയിച്ച ക്യാരക്ടർ ആയിരുന്നു സ്കോർ ചെയ്തത്. ലേഡി മാക്ബത്ത് ഇൻ 2015 ഫിലിം അഡാപ്റ്റേഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മാരിയൻ കോട്ട്ലാർഡ് എന്ന് പറയുന്ന ഒരു നടിയാണ് ആ ലേഡി മാക്ബത്ത് ആയിട്ട് അഭിനയിച്ചത്. അത് മാത്രമല്ല 2000 ഫിലിം അഡാപ്റ്റേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് കിട്ടിയ അവാർഡുകൾ, അതുപോലെ തന്നെ 2015 ഫിലിം അഡാപ്റ്റേഷനിൽ വന്ന മ്യൂസിക്കൽ സ്കോർ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം മാക്ബത്തിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇഫക്റ്റുകൾ വരുന്നുണ്ട് പിൽക്കാല അഡാപ്റ്റേഷൻസിൽ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിൽ ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു അഡാപ്റ്റേഷൻ ആണ് 2000 ഫിലിം അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻസ്, മേജർ അഡാപ്റ്റേഷൻസ് പഠിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച് സ്കോർ ചെയ്തത് ലേഡി മാക്ബത്ത് ആയിരുന്ന മാരിയൻ കോട്ട്ലാർഡ് ആണ്. ആ പേര് നിങ്ങളുടെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കേണ്ടതാണ്. ഇനി എന്താണ് സെൻട്രൽ തീം ഓഫ് മാക്ബത്ത്? മാക്ബത്തിന്റെ സെൻട്രൽ തീം എന്താണ്? അംബീഷൻ ഉണ്ട്, ഓഫ് കോഴ്സ്. ഇനി എന്തിനു വേണ്ടിയുള്ള അംബീഷൻ ആണ്? പവർ. പിന്നീട് കറപ്ഷൻ ഉണ്ട്, അതായത് സ്വന്തം കിങ്ങിനെ തന്നെ കില്ല് ചെയ്യുന്നു, അങ്ങനത്തെ ഒരുപാട് കറപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആൻസർ ആയിട്ട് വരാം. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഗിൽറ്റ്? ഗിൽറ്റിന് എന്താണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്? അത് ക്യാരക്ടറിന്റെ ആക്ഷൻസിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മൾ ലേഡി മാക്ബത്ത് ഉൾപ്പെടെ ഉള്ളത് കാണുന്നുണ്ട്. അതായത് ലേഡി മാക്ബത്തിൽ ഉൾപ്പെടെ ആ ഒരു സങ്കടം, വിഷമം, നൈരാശ്യമൊക്കെ വരുന്നുണ്ട്. രണ്ട്, അത് അവരുടെ ഒരു മോറൽ അവസ്ഥകളെ കാണിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ഡൗൺഫോളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ 3 ഓപ്ഷൻസ് വരാം. ഡ്രൈവ്സ് ക്യാരക്ടേഴ്സ് ആക്ഷൻസ്, റെപ്രസെന്റ് മോറൽ ഇഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നീട് ആ ഒരു ഡൗൺഫോളിലേക്കും, ബിക്കോസ് പ്ലേയുടെ അവസാനം നമ്മൾ കാണുന്നുണ്ട് മാക്ബത്തിന് തന്നെ സ്വയം
അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഡൗൺഫോൾ ഏതാണ്ട് ആയി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ ഓർക്കണം. ഹൂ റോട്ട് മേക്ബത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷേക്സ്പിയർ ആണ്. കൂടെ വന്നിരിക്കുന്ന ഓപ്ഷൻസിലൊന്നും ആ ഏജിലുള്ളവരേ ഇല്ല, അതും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. മേക്ബത്തിന്റെ സെറ്റിംഗ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്കോട്ട്ലൻഡിലാണ് മേക്ബത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റിംഗ് ഓഫ് മേക്ബത്ത് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലാണ്. ഇത് ചിലർക്കെങ്കിലും തെറ്റും, ബിക്കോസ് വളരെ കുറച്ച് സീൻസേ ഉള്ളൂ ഇംഗ്ലണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ യുദ്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാൽക്കം പോയി താമസിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇംഗ്ലണ്ടിന്റെ റെഫറൻസ് ഉള്ളത്. ഇംഗ്ലണ്ടിലെ കിങ്ങിനെ പറ്റി ഒക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ട്. സോ സെറ്റിംഗ് ഓഫ് മാക്ബത്ത് എന്ത് തന്നെ, സ്കോട്ട്ലൻഡിൽ തന്നെ. പിന്നെ എൻറ്റയർലി സ്കോട്ട്ലൻഡിൽ സെറ്റ് ചെയ്ത ഒരേ ഒരു പ്ലേ ഉള്ളൂ ഷേക്സ്പിയർ എഴുതിയത്, അതും ഏത് തന്നെയാണ്, മാക്ബത്ത് തന്നെയാണ്. ഹൂ പ്രൊഫസീസ് മാക്ബത്ത് ഫ്യൂച്ചർ, ആരാണ് മാക്ബത്തിന്റെ ഫ്യൂച്ചറിനെ പറ്റി പ്രവചനങ്ങൾ നടത്തുന്നത്? 3 വിച്ചസ് ആണ്. ലേഡി മാക്ബത്ത് ഒന്നും ചെയ്യുന്നില്ല, മാക്ബത്ത് ആ സീനുകളിലേ ഇല്ല. ബാങ്കോക്ക് കൂടെ ഉണ്ടായിരുന്നു പ്രൊഫസിയുടെ സമയത്ത്, പക്ഷേ പ്രൊഫസീസ് എല്ലാം നടത്തുന്നത് ആരാണ്? വിച്ചസ് ആണ്. മാക്ബത്തിന്റെ ഡൗൺഫോളിലോട്ട് നയിക്കുന്നത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. അംബീഷൻ ആണ്. ഓക്കെ, അംബീഷൻ ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ട്രാജിക് ഫോള് അംബീഷൻ ആണെന്നുള്ള കാര്യം ഓർക്കണം. ആരാണ് കിങ് ഡങ്കനെ കില്ല് ചെയ്യുന്നത്? മേക്ബത്ത് ആണ്. ഓക്കെ, അതറിയാമല്ലോ, മേക്ബത്ത് ആണ് കില്ല് ചെയ്യുന്നത്. ഇവിടങ്ങളിലൊക്കെ ചെറിയ ഡൗട്ടുകൾ വരാം. അദ്ദേഹമാണ് കില്ല് ചെയ്യുന്നത്. പിന്നീട് ഡാഗർ എടുത്തോണ്ട് വന്നിട്ട് ആ ഗാർഡ്സിന്റെ പുറത്തിടാനാണ് ലേഡി മാക്ബത്ത് പോകുന്നത്. ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ലേഡി മാക്ബത്ത് രണ്ടാമത് പോയായിരുന്നല്ലോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. കിങ് ഡങ്കനെ കില്ല് ചെയ്യുന്നത് മാക്ബത്ത് തന്നെ. പിന്നീട് ആ കത്തി എടുത്തോണ്ട് വരുന്ന അവരുടെ ആ ഒരു പ്ലാന് അദ്ദേഹം മറന്നുപോകും. ആ കില്ലിങ്ങിന്റെ ആ ഒരു സ്പിരിറ്റിൽ അദ്ദേഹം മറന്നുപോകും. അത് തിരിച്ച് എടുത്തോണ്ട് വന്ന് ആ ഒരു നമ്മുടെ ഗാർഡ്സിന്റെ പുറത്തിടാനാണ് ലേഡി മാക്ബത്ത് പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. മാക്ബത്തിന്റെ ഇനിഷ്യൽ ടൈറ്റിൽ, അതായത് ആദ്യമായിട്ട് അദ്ദേഹം ആരാണ്, നമ്മൾ പ്ലേ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേ തുടങ്ങുമ്പോൾ ബ്രേവ് ആയിട്ടുള്ള മാക്ബത്തിനെ നമ്മൾ കാണുന്നുണ്ട്. വളരെ ബ്രേവ് ആയിട്ടുള്ള ആ ഒരു സോഡിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക്, അതായത് ബ്ലഡ് സ്മോക്ക് ചെയ്യുന്ന മാക്ബത്തിനെ നമ്മൾ കാണുന്നുണ്ട്. സോ മാക്ബത്തിന്റെ ഇനിഷ്യൽ ടൈറ്റിൽ എന്താണ്? തെയ്ൻ ഓഫ് ഗ്ലാമിസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ ടൈറ്റിൽ. പിന്നീടാണ് തെയ്ൻ ഓഫ് കോഡോർ ആവുന്നത്, ലേറ്റർ കിങ് ആവുന്നത്. മാക്ബത്തിന്റെ വൈഫ് ലേഡി മാക്ബത്ത് ആണ്. ലീഡ്സ് റെബല്യൻ അഗനിസ്റ്റ്, ആരാണ്? മാൽക്കം ആണ് മാക്ബത്തിന് അഗനിസ്റ്റ് ആയിട്ട് ആ ഒരു റിബല്യൻ ലെഡ് ചെയ്യുന്നത്. മാക്ഡഫിന്റെ സകല സപ്പോർട്ടും ഉണ്ട്, പക്ഷെ കില്ല് ചെയ്യുന്നത് മാക്ഡഫ് ആണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. മാക്ബത്തിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ബാങ്കോ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. പിന്നെ ഓപ്ഷൻ സിയും ഡിയും അദ്ദേഹത്തിന്റെ ആ ഒരു കോർട്ടിലുള്ള എന്താണ് സെയിം പൊസിഷൻസിൽ ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ടുപേരുമാണ്, ഓപ്ഷൻ സിയും ഡിയും ഉള്ള ആൾക്കാരാണ് പിന്നീട് പലപ്പോഴും നമുക്ക് റെഫറൻസുകൾ തരുന്നത്. അതായത് കിങ് ഡങ്കൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഈവൻ സോയിൽ പോലും ഫെർട്ടൈൽ അല്ലാതായി പോകുന്നു, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള റെഫറൻസുകൾ കാണിക്കുന്നത് ഓപ്ഷൻ സിയും ഡിയും ആണ്. നെക്സ്റ്റ് കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, ആരാണ് അടുത്ത കിങ്? സ്കോട്ട്ലൻഡിന്റെ അടുത്ത കിങ് ആരാണ്? മാൽക്കം ആണ്. നമ്മൾ പറഞ്ഞു കമ്മിങ് കിങ് ആയതുകൊണ്ടാണ് മാൽക്കം എന്ന പേര് വരുന്നത് തന്നെ. ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ, മാക്ബത്തിന്റെ ആക്ട് 5 സോളിലോക്കിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സുകളിൽ ആ ഒരു സോളിലോക്കി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വരെ നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ധാരാളം പുസ്തകങ്ങളുടെ പേരുകൾക്ക് റെഫറൻസ് വരുന്നുണ്ട്. ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് സ്പ്ലിറ്റ് ചെയ്തും ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട്. ടുമോറോ സങ്കടപ്പെടുക എന്നുള്ള രീതിയിലുള്ള ക്രിട്ടിക്കൽ ഒരു പല റെഫറൻസുകളും നമ്മൾ കാണുന്നുണ്ട്. ഈസ് ദിസ് എ ഡാഗർ വിച്ച് ഐ സീ ബിഫോർ മീ, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് എടുത്ത് പറയുന്ന കാര്യമാണ്. അതായത് ഇത് എന്റെ കൺമുൻപിൽ ഞാനിപ്പോ കാണുന്നത് ശരിക്കും ഒരു ഡാഗർ ആണോ എന്ന് മാക്ബത്ത് ചോദിക്കുന്ന കാര്യമാണ്. ആൻഡ് എപ്പിക് തിയേറ്ററിന്റെ ഇലമെന്റ്സ് നമ്മൾ കാണുന്നു, ഓഡിയൻസിനോടാണ് ചോദിക്കുന്നത്. അപ്പം ബ്രേക്കിംഗ് ദി ഫോർത്ത് വോൾ നമ്മൾ കാണുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ്, മാക്ബത്തിന്റെ ആക്ട് 2 സോളിലോക്കിയിലെ ആ ഒരു ചോദ്യമാണ്. മാത്രമല്ല ആ ഒരു മേർഡറിന് മുൻപേ ആണ് ഈ ഡാഗർ കാണുന്നത്. അപ്പൊ അത് കാണിക്കുന്നുണ്ട്, ബ്ലഡി ഡാഗർ ആണ്, ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവും എന്നുള്ള ആ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് മാക്ബത്തിന്റെ ഹാലൂസിനേഷനും ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കോട്ടാണ് ഈസ് ദിസ് എ ഡാഗർ വിച്ച് ഐ സീ ബിഫോർ മീ എന്നുള്ളത്. ഔട്ട് ഡാം ആൻഡ് സ്പോട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുടെ പേരായിട്ടുള്ളതാണ്. അതായത് എൻ്റെ കയ്യിൽ, എൻ്റെ ഈ കുഞ്ഞി കയ്യിൽ ഒരു ബ്ലഡിന്റെ കറയുണ്ട്, അതെന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്നുള്ള ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് വരുന്ന ലേഡി മാക്ബത്തിന്റെ ആ ഒരു അവസാന കാലഘട്ടങ്ങളിലെ സംസാരമാണ് ഔട്ട് ഡാം ആൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ് ലേഡി മാക്ബത്ത്. ശരിക്കും നമ്മൾ ആ പ്ലേ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ കോട്ടും കേൾക്കുമ്പോൾ അത് ഏത് സീനാണ്, അത് ആര് പറയുന്നു, അത് പറയുമ്പോൾ അവരുടെ മെന്റൽ അവസ്ഥ എന്താണ്, ഇനി ആ പറയുന്ന കോട്ടിൽ എന്തെങ്കിലും ലിറ്റററി ഡിവൈസസ് ഉണ്ടോ, ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് റഷ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെയാണ് HSA പോലൊരു കോഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത്. ഓക്കെ,
സെൻട്രൽ തീം ഓഫ് മേക്ബത്ത് അംബീഷൻ ആണ്. അഗൈൻ റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അംബീഷൻ ആണ് സെൻട്രൽ തീം. ഓർത്തിരിക്കേണ്ട കാര്യം അതാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. മേക്ബത്തിന്റെ ട്രാജിക് ഫ്ലോ തന്നെ അംബീഷൻ ആണ്. പിന്നീട് പല ക്രിട്ടിക്കൽ കമന്റ്സും വരുന്ന കാര്യമാണ് സൈക്കോ അനലിറ്റിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ മേക്ബത്തിനെ കമ്പയർ ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് ഒരു നോട്ടായിട്ട് കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഡേഞ്ചർ ആണ്. പിന്നീട് വിച്ചസും ലേഡി മാക്ബത്തും സറോഗേറ്റ് മദേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. മാക്ബത്തിന്റെ സറോഗേറ്റ് മദേഴ്സ് ആയിട്ടാണ് പറയുന്നുണ്ട്. അതാണ് ആദ്യം ലേഡി മാക്ബത്തിനോട് എല്ലാം പറയുന്നു, പിന്നെ ലേഡി മാക്ബത്തിൽ നിന്ന് അകലുന്നു, വിച്ചസിനോടായി കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ഡെത്ത് ഡ്രൈവ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള കൊല്ലാനും സ്വയം നശിപ്പിക്കാനും ഉള്ള ഒരു ഡെത്ത് ഡ്രൈവ് നമ്മൾ മേക്ബത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഫർദർ റിസർച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫിലിം അഡാപ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1948 ഫിലിം അഡാപ്റ്റേഷന്റെ ഡയറക്ടർ ഓർസോൺ വെൽസ് എന്ന് പറയുന്ന റൈറ്റർ ആണ്. ഓക്കെ, ദെൻ 2015 ഫിലിം അഡാപ്റ്റേഷനിലെ ലേഡി മാക്ബത്ത് മാരിയൻ കോട്ടിലാർഡ് ആണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് 2013 BBC റേഡിയോ ഫോർ അഡാപ്റ്റേഷൻ. നിങ്ങൾക്ക് BBC-യുടെ പല റേഡിയോ അഡാപ്റ്റേഷൻസും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ അഡാപ്റ്റേഷൻസും ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. 2018 വരെയുള്ള അഡാപ്റ്റേഷൻസ് നമ്മൾ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് വിച്ചസ് അപ്പിയർ ചെയ്യുന്നു, അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഡാഗർ അപ്പിയർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഡാഗർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. സോ അതിന്റെ ഓപ്ഷൻസ് ആണ് ഡിസെപ്ഷൻ വരാം, ബിട്രയൽ വരാം, ട്രൂത്തും ഓണസ്റ്റിയും വരാം, ഇല്യൂഷൻ വരാം, റിയാലിറ്റി വരാം, എല്ലാം വരാം. നമുക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാനും റീസെർച്ച് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ടെക്സ്റ്റ് കൂടിയാണ് മേക്ബത്ത്. അത് ഒരുപാട് പോസിബിലിറ്റീസ് തരുന്നുണ്ട്. ഓക്കെ, 2023 എന്ന് പറയുന്ന ഒരു വർഷത്തിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം 1623 ഫസ്റ്റ് ഫോളിയോ. അവസാന 2 അക്കങ്ങൾ തിരിച്ചിട്ടാൽ സെക്കൻഡ് ഫോളിയോ വന്ന വർഷവും 1632. ഇതിൽ 1623 വന്ന ഫസ്റ്റ് ഫോളിയോ എന്ന് പറയുന്നതിന്റെ 400ാം വാർഷികമാണ് 2023. സോ അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ, അതായത് കണ്ടംപററി ആയിട്ട് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫർദർ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് വായിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ബിക്കോസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ട്രെൻഡ് ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കറണ്ട് അഫയേഴ്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് പഠിച്ച് സെറ്റ് ആവേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മേക്ബത്ത് എക്സ്പ്ലോർ ദ തീം ഓഫ് മാസ്കുലിനിറ്റി? മാസ്കുലിനിറ്റി, ട്രഡീഷണൽ മാസ്കുലിൻ വാല്യൂസിനെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുണ്ട്. മാക്ബത്തിന് കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ട് റെഫറൻസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ കുട്ടി മരിച്ചു പോയതായിട്ട് ലേഡി മാക്ബത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നേഴ്സ് ചെയ്ത കുട്ടിയെ വരെ കില്ല് ചെയ്യുമെന്നുള്ളത്. പിന്നീട് മാസ്കുലിൻ നോംസിനെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുണ്ട്. ലേഡി മാക്ബത്ത് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ദെൻ ടോക്സിക് മാസ്കുലിനിറ്റി ഉണ്ട്, അതും നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭയങ്കരമായ ഒരു ഡെത്ത് ഡ്രൈവും കില്ലിംഗ് ഡ്രൈവും നമ്മൾ കാണുന്നുണ്ട്. പവർ, അൾട്ടിമേറ്റ് പവർ, അത്തരത്തിലുള്ള ടോക്സിക് മാസ്കുലിനിറ്റിയും കാണുന്നത് കൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് റോൾ ഡസ് ദ ഫേറ്റ് പ്ലേ? എന്താണ് വിധി, എന്താ ചെയ്യുന്നത്? ഒന്ന്, ക്യാരക്ടറിന്റെ ആക്ഷൻസിനെ നേരത്തെ സെറ്റ് ചെയ്യുന്നു. നേരത്തെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു ട്രാപ്പിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിലേക്ക് കൊണ്ടുവന്ന മാക്ബത്തിനെ ഇടുവാണ് ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടറിന്റെ ചോയ്സുകളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. മാക്ബത്തിനോട് പറയുന്നുണ്ട് കിങ് ആവും. ഇപ്പൊ കിങ് ആവാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ദെൻ ഫ്യൂച്ചറിനെ, ഡെസ്റ്റിനിയെ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് ക്രിട്ടിക്കൽ അനാലിസിസ് ഉള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കുവാണ്. ഈവൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. ബ്ലഡ് ഇമേജറി, നമ്മൾ പറഞ്ഞു ഒരുപാട് ബ്ലഡ് ഇമേജറി ഉണ്ട്. അതുപോലെ തന്നെ നേച്ചർ ഇമേജറി ഉള്ള ഒരു പ്ലേ ആണ് മേക്ബത്ത് എന്ന് പറയുന്നത്. ബ്ലഡി പ്ലേ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആ ബ്ലഡ് ഇമേജറി, ഡാഗറിന്റെ ബ്ലഡ് ഉണ്ട്, അത് കണക്കത്തുള്ള റെഫറൻസുകളുണ്ട്. ആ ലേഡി മാക്ബത്തിന്റെ കയ്യിൽ ഒരു സ്പോട്ടിന്റെ റെഫറൻസ് ഉണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് വയലൻസിനെ, ഡെത്തിനെ, ഗിൽറ്റിനെ, ഷെയിമിനെ. അതുപോലെ തന്നെ ബ്ലഡി ചൈൽഡിന്റെ അപ്പാരിഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫ്യൂച്ചർ, അത് ഡേഞ്ചർ ആണ് അല്ലെങ്കിൽ ഡാർക്ക് ആണ് എന്നുള്ള ഇമേജസ് ഉണ്ട്. ഇതൊക്കെയാണ് ഫോർഷാഡോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഹൗ ഡസ് മേക്ബത്ത് എക്സ്പ്ലോർ ദ തീം ഓഫ് മൊറാലിറ്റി? മോറൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. റിലേറ്റീവ് മോറൽ വാല്യൂസ് കാണിക്കുന്നുണ്ട്. ബാങ്കോയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം, അദ്ദേഹം ചെയ്യുന്നില്ല. മോറൽ ആംബിഗ്വിറ്റി ഉണ്ട്, അതായത് കൊല്ലണോ വേണ്ടയോ എന്നുള്ളതുണ്ട്. ലേഡി മാക്ബത്ത് മരിച്ചു കഴിയുമ്പോൾ ആ മരണവാർത്ത അറിയുമ്പോൾ നന്നായിട്ട് ഷാറ്ററായി പോകുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന സോളിലോക്കി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം നേരെ പടക്കളത്തിലോട്ടാണ് പോകുന്നത്. സോ അത്തരത്തിലുള്ള കുറെ റെഫറൻസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി 2013 ബ്രോഡ്വേ അഡാപ്റ്റേഷൻ ആരാണ് ഡയറക്ട് ചെയ്തത്? അലൻ കുമിങ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്.
2006 ഓസ്ട്രേലിയൻ അഡാപ്റ്റേഷന്റെ പേര് മേക്ബത്ത് എന്ന് തന്നെയാണ് ആ ഒരു അഡാപ്റ്റേഷന്റെ പേര്. അഡാപ്റ്റേഷൻസ്, ക്രിട്ടിക്കൽ കമന്റ്സ്, സീൻസ് ഒക്കെ കോഡ്സ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണത്. പിന്നീട് 2006 ഓസ്ട്രേലിയൻ അഡാപ്റ്റേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓസ്ട്രേലിയൻ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സെയിം നെയിമിലാണ്, അതായത് സോഴ്സ് ടെക്സ്റ്റിന്റെ അതേ നെയിമിലാണ് ചെയ്തിരിക്കുന്നത്. ജെഫ്രി റൈറ്റ് ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സാം വർത്തിങ്ടൺ എന്ന് പറയുന്ന ഒരാളാണ് കാസ്റ്റ് ലെഡ് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ റോളിൽ വരുന്നത് സാം വർത്തിങ്ടൺ എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇത് 2006 സെപ്റ്റംബർ 21 റിലീസ് ആവുന്നത്. ജെഫ്രി റൈറ്റ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമല്ല, സോഴ്സ് ടെക്സ്റ്റിന്റെ അതേ നെയിമാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ ഹൂ കമ്പോസ് ദ മ്യൂസിക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2011 ഫിലിം അഡാപ്റ്റേഷനിൽ ആരാണ് മ്യൂസിക് കമ്പോസ് ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ, ഈ ഒരു മ്യൂസിക്കിൽ ആ ട്രാക്സ് ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. ജഡ് ക്രൂസൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു എന്ത് ചെയ്തത്, ഈ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തത്. ആൻഡ് ഇദ്ദേഹത്തിന് പല ആക്ഷൻസിനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക് ട്രാക്സ് ആണ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് വളരെ പോപ്പുലർ ആയിരുന്നു. പലപ്പോഴും എന്താണ് ഇതിന്റെ അകത്ത് ആ ഒരു ഫിലിം സ്കോറിനെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടെ ലാൻഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അത്രമാത്രം കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അറ്റ് ദ സെയിം ടൈം ഏൻഷ്യന്റും മോഡേണും ആയിട്ടുള്ള ഒരു സൗണ്ട് ട്രാക്ക് ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൗണ്ട് ട്രാക്ക് ആണ് മ്യൂസിക്കൽ സ്കോർ ചെയ്ത ആ ഒരു അദ്ദേഹത്തെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല എടുത്തും അതിന്റെ റീയൂസ് ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേര് ഓർത്തിരിക്കണം. ഇനി 2018 BBC റേഡിയോയിൽ ആരാണ് മേക്ബത്തിനെ പ്ലേ ചെയ്തത്? ബെനഡിക്ട് കുംബർബാച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പ്ലേ ചെയ്തിരിക്കുന്നത്. സൗണ്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അഡാപ്റ്റേഷൻസ് ഓർക്കുക, BBCയുടെ റേഡിയോ അഡാപ്റ്റേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മൾട്ടിപ്പിൾ ആസ്പെക്റ്റിൽ നിന്നാണ്. അതായത് ഇതും പഠിക്കണം, അതും പഠിക്കണം. സോ അഡാപ്റ്റേഷൻ പഠിക്കണം എന്നറിയാം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കമന്റ് പഠിക്കണമെന്നറിയാം, മേജർ സീൻസ് പഠിക്കണം, സോളിലോക്കീസ് പഠിക്കണം. കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ വേണം നമ്മൾ. ആകെ 10 ഡ്രാമാസേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ 10 ഡ്രാമയും നിങ്ങൾ വളരെ ഡെപ്തിൽ പഠിക്കണം. അതിൽ 1, 2, 3 എണ്ണം, അതായത് നാഗമണ്ഡല, ഡോൾസ് ഹൗസ്, മേക്ബത്ത് തുടങ്ങിയ കുറച്ച് ഡ്രാമാസ് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽ പഠിക്കണം. ചിലതൊക്കെ നമ്മളൊന്ന് വായിച്ചു വിട്ടാലും മതിയാവും. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് വർക്ക് ചെയ്യാം. സെൽഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം എടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മളെ ഡേറ്റാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എൻട്രിയുടെ കോഴ്സിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പഠിപ്പിച്ചത് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽ ആയി പോയി എന്നൊരു പരാതി വരുന്നെങ്കിലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മറി വെച്ച് കേട്ട് നിർത്താം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അനാലിസിസിലോട്ട് പോവാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ 10ാമത്തെയും 12ാമത്തെയും ഒക്കെ ഗോൾഡ് ബാച്ചസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് പരമാവധി തെറ്റില്ലാതെ അപ്ലൈ ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കുക, ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ടോയ്ലറ്റ് റിവിഷൻ എന്നൊക്കെ പറയും, അതായത് പോകുന്നിടത്തെല്ലാം നമ്മൾ ഈ ഒരു ടോപ്പിക്സുകളെ പറ്റി മാത്രം ചിന്തിച്ച് കുറച്ച് നാൾ, ബിക്കോസ് BEdും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കേറ്ററ്റും സെറ്റും ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു പരീക്ഷയാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫൈനൽ ലാപ്പിൽ നന്നായിട്ട് നല്ല എനർജിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാവർക്കും HSC ഇംഗ്ലീഷിന്റെ എക്സാം എഴുതുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. റാങ്കുള്ളടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്.